നമുക്കിന്ന് ഏത്തയ്ക്ക കൊണ്ട് ലഡു ഉണ്ടാക്കിയാലോ? ശർക്കര പാനിയാക്കി. അതാദ്യം വീഡിയോ എടുത്തത് ശരിയായില്ല, ചതച്ചത്. കുറച്ച് ബദാം തല്ലി പൊട്ടിച്ചിട്ട്, എന്നിട്ട് കുറച്ച് തേങ്ങാപ്പീരയിട്ട് ശർക്കര പാവിനകത്ത് മുരിയിട്ട് ഇച്ചിരി തേങ്ങാപ്പീര ഇടാം. എന്നിട്ട് ഏലക്കായും ഗ്രാമ്പും ഇടിച്ചത്, ജീരകവും, നല്ല ജീരകം, ഏലക്ക, ഗ്രാമ്പു ഞങ്ങൾ ഇടിച്ചത്, ഏലക്ക, ഗ്രാമ്പ്, ജീരകം എല്ലാം കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് കുറച്ച് അവലിടാം. കുറച്ച് അവലിട്ട് അത് വഴറ്റിയെടുക്കാം, വിരകിയെടുക്കാം. എന്നിട്ട് ഏത്തയ്ക്ക പുഴുങ്ങി വെച്ചിരിക്കുക. നല്ല പഴുത്ത ഏത്തയ്ക്ക വേണ്ടത്, ഉടയ്ക്കണം, ഉടച്ച് എടുക്കുക. വെന്ത് നല്ല പഴുത്ത ഏത്തയ്ക്ക പുഴുങ്ങിയെടുത്ത് വെച്ചേക്കുക, തോല് കളഞ്ഞ്. എല്ലാം നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ശർക്കര പാവിൽ 5-6 ബദാമിട്ട്, തേങ്ങാപ്പീരയിട്ട്, അവിലിട്ട്, പിന്നെ നമുക്ക് ഇച്ചിരി നെയ്യ് ഒഴിക്കാം. ഏലക്ക, ജീരകം, ഗ്രാമ്പു ചതച്ചിട്ട് ഇച്ചിരി നെയ്യ് ഒഴിക്കാം. മധുരവും നെയ്യൊക്കെ നമ്മുടെ ആവശ്യത്തിന് ചേർത്താൽ മതി. ഏത്തയ്ക്ക ഉടച്ച് വെച്ചത് ഇടുക. ഇച്ചിരി കൂടുതലുണ്ടായതുകൊണ്ടല്ല നമുക്കിത് കുഴച്ച് റെഡിയാക്കി എടുക്കാം. ഉരുട്ടിയപ്പോൾ ഇച്ചിരി കട്ടി കുറവുണ്ട്. നമുക്കൊരു ശകലവും കൂടെ അവിൽ ചേർക്കാം. ഇത് കയ്യിൽ ഒതുങ്ങണം, ഇങ്ങനെ നനവ് വരരുത്. നമുക്ക് നല്ലപോലെ ഒന്നുകൂടെ വഴറ്റി ഇളക്കിയെടുക്കാം. ആദ്യം ഇട്ടത് കുറവായിപ്പോയി, ഏത്തപ്പഴം കൂടുതലായിപ്പോയി. ഏത്തയ്ക്ക ലഡുവിന് എല്ലാം റെഡിയാക്കി, വഴറ്റിയെല്ലാം റെഡിയായി. നമുക്കിത് ഇച്ചിരി ആറിയിട്ട് അത് ഉണ്ട പിടിക്കണം. ഓക്കെ, ഇനി നമുക്കിത് ഇങ്ങനെ ഓരോന്നെടുത്ത് നമ്മുടെ പരുവത്തിനനുസരിച്ച് ഉണ്ട പിടിക്കാം. ഓരോ ട്രേയിലോട്ട് നമുക്കിങ്ങനെ അടുക്കി വെക്കാം. ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് മുറിച്ച് വെച്ചിട്ടുണ്ട്, അത് നമുക്കിതിനകത്തോട്ടിങ്ങനെ ചെറുതായിട്ടൊന്ന് വയ്ക്കാം. എന്നിട്ട് ഇതെല്ലാം ഇങ്ങനെ നമുക്ക് ഉരുട്ടിയെടുക്കാം. എല്ലാം ഉരുട്ടി റെഡിയാക്കിയെടുത്ത് ഇനി നമുക്കിത് പൊരിക്കാം. പരിപ്പ് ഒക്കെ മേളിൽ വെച്ചു. നമുക്ക് ഓരോന്നും ഇങ്ങനെ റവയ്ക്കകത്ത് ഉരുട്ടി, ചെറു തീ വേണമല്ല, റവ കരിയും. ഓരോന്നിങ്ങനെ ഇട്ട് ചെറു തീയിൽ പൊരിച്ചെടുക്കണം. എല്ലാം പൊരിയിട്ട് കോര കരിഞ്ഞിട്ടൊന്നും ഇല്ലാണ്ട നല്ല രുചിയും നല്ല മണമൊക്കെ. നല്ല കട്ടിയായി കണ്ട, എല്ലാം നല്ല കട്ടിക്കിരിക്കുക, എല്ലാം നല്ല കട്ടിയായി, നല്ല ഉറച്ചല്ല. ഞാൻ ചെറുതായിട്ട് മൈദ അടയിൽ കോട്ടിങ് കൊടുത്ത്, കാരണം ശർക്കര കൂടിയിട്ടാന്ന് തോന്നുന്നു. അത് എണ്ണയിലിട്ടപ്പം പൊട്ടാൻ തുടങ്ങി. അപ്പം ഞാൻ മൈദയുടെ ഒരു ശകലം കോട്ടിങ് ഇട്ട് ചെറുതായിട്ട് കലക്കി മുക്കിയിട്ട് നമുക്കിനി അത് ഇട്ട് ഉരുട്ടിയിട്ടിടാം. വേണ്ട മുക്കി
അപ്പം നല്ല എൻ്റെ ഏത്തയ്ക്ക ലഡു റെഡി. നല്ല കൃകൃതിരിക്കണ നല്ല മണവും രുചിയുമാണ്. എല്ലാവരും ഉണ്ടാക്കണം. ആദ്യം റവ മാത്രം വെച്ചിട്ട് അപ്പോൾ ശർക്കര കൂടിയതുകൊണ്ട് ശാലിച്ച ഉരുകി ഇറങ്ങി. അതുകൊണ്ട് ഇച്ചിരി മൈദ കട്ടിക്ക് കനം കുറച്ച് കട്ടി കുറച്ച് കനം കുറച്ച് കലക്കി മുക്കി പൊരിച്ച്. ഒരു ഇച്ചിരി മറവിയുണ്ട്. എന്നാൽ ചോദിക്കുക എന്തിനാ ഇത് ഉണ്ടാക്കുന്നേ, എന്തിനാ പിന്നെ ഇത് ചെയ്യുന്നതെന്ന്. എൻ്റെ ക്യാൻസർ രോഗത്തെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പം വെറുതെ ഇരിക്കുമ്പോൾ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് വീഡിയോ എടുക്കുന്നതും ഇടുന്നതും ഒക്കെ. ഓക്കെ, എല്ലാവരും ഇത് റെഡിയാക്കി നോക്കണം. ഏലക്ക, ജീരകം, ഗ്രാമ്പു, തേങ്ങ, അവിൽ, പിന്നെ ശർക്കര പാനിയാക്കിയിട്ട് അത് വഴറ്റിയതിന് ശേഷം ഏത്തപ്പഴം പുഴുങ്ങി നല്ലതുപോലെ ഉടച്ച് അതിൽ ചേർത്ത് ഒരു ശകലം നെയ്യും ചേർത്ത് നല്ലപോലെ വഴറ്റി നല്ല റെഡിയാക്കി ഉരുട്ടി ഇങ്ങനെ ശകലം മൈദ നേർമയായിട്ട് മൈദ കലക്കി അതിൽ മുക്കി, എന്നിട്ട് ശകലം റവയോ അല്ലെങ്കിൽ ബ്രെഡിൻ്റെ പൊടിയോ മതി. ബ്രെഡിൻ്റെ പൊടിയാണെങ്കിൽ ഇച്ചിരി നല്ലതാണ്, എൻ്റെ അടുത്തില്ല. ബ്രെഡിൻ്റെ പൊടിയോ മുക്കി ഇങ്ങനെ പൊരിച്ചെടുക്കണം. നല്ല രുചിയാണ്. 2 ഏത്തയ്ക്ക ഉണ്ടെങ്കിൽ ഉണ്ടാക്കാം. കൊച്ചുങ്ങൾക്കൊക്കെ വൈകിട്ട് ഉണ്ടാക്കി കൊടുക്കാം. നല്ല സൂപ്പർ, നല്ല ടേസ്റ്റാണ്. ഓക്കെ.